നമ്മുടെ വീഡിയോയിലെ കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കൂന്തലാണ് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുടംപുളി ഇല്ലാത്തവർ വാളംപുളി ആയാലും ഒരല്പം പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം വറ്റുന്നത് വരെയാണ് ഇതിന് വേവുന്ന സമയം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിയപ്പോൾ 2 സവാള ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ. കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്ക് കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് എല്ലാം വഴണ്ട് പെട്ടെന്ന് വരും. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളിക്ക് ഉള്ളിയും മസാലകളും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 3-4 മിനിറ്റാണ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ കണവയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.